ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കത്തിരിക്ക അല്ലെങ്കിൽ വഴുതലങ്ങ എന്നൊക്കെ പലരും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കാം. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് ഇച്ചിരി എണ്ണ വേണം കേട്ടോ. അപ്പോൾ ഞാൻ അത് അളവൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ ഒരു അളവിന് എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ വരും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കണം. അപ്പോൾ കടുകിട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10-20 എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ, എത്ര ക്വാണ്ടിറ്റിയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതൊക്കെ ചേർക്കുക. അപ്പോൾ കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു 50% നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ആ ഉള്ളി നമുക്ക് ഒരു പകുതി വേവൊക്കെ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ ഞാനത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. 1.5 ടീസ്പൂണല്ല, 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഞാൻ കുറച്ച് കത്തിരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 4ആയിട്ട് കീറി, വലുതാണെങ്കിൽ ഇത്തിരി കൂടെ ചെറുതാക്കാം കേട്ടോ പീസ്. ഞാൻ ഇപ്പോൾ ചെറിയതായതുകൊണ്ട് 4ആയിട്ട് കീറി ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് എണ്ണയിലോട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടത്തക്ക രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ഒന്ന് നടുകെ ഒന്ന് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ വഴുതലങ്ങ നമ്മൾ ഒരുപാടിട്ട് ഇളക്കി ഉടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വഴുതലങ്ങയിലൊക്കെ നല്ലപോലെ ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അടി പിടിക്കത്തില്ല. അപ്പോൾ എന്നാലും നമ്മൾ തീ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച്, മൊത്തം ഒരു 3 മിനിറ്റ് മതിയാവും കേട്ടോ, ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ മതിയാവും മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല ജീരകമല്ലേ, ഒരു 1/2 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ പെരുംജീരകം മാത്രം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ പച്ചമണമെല്ലാം, ഈ പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
നല്ല രുചികരമായൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ കമൻ്റായിട്ട്. അപ്പോൾ എന്നും നമ്മളിങ്ങനെ ഇപ്പോൾ എന്നും മീനും ഇറച്ചി അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ മാറ്റി മാറ്റി ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മക്കൾക്കൊക്കെ വഴുതലങ്ങയൊക്കെ കഴിക്കാൻ ഇച്ചിരി പാടല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, അവർ കഴിച്ചോളും. അപ്പോൾ ഇതാ ഞാൻ ഒരു ചെറിയ അളവിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു, പിഴിപുളി. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേകം നിറയെ പുളിയും എരിവും അതുപോലെ തന്നെ നമ്മൾ ഒരു അല്പം മധുരമൊക്കെ ഇതിന് ചേർക്കുക. അപ്പോൾ ആ മധുരവും എല്ലാം കൂടെ ആയിട്ടൊരു സൂപ്പർ ടേസ്റ്റ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ ഒരു അല്പം ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒരു അല്പം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ വഴുതലങ്ങയ്ക്കും ഈ ചാറിനും എല്ലാം കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് കണ്ടോ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം, ഒത്തിരി വെള്ളമായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ പുളിയോ എന്തോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ല പരുവായിട്ട് തന്നെ ഉണ്ട്. വീണ്ടും ഞാൻ കുറച്ച് നേരം ഇനി ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക, ഒന്ന് സിമ്മിലിട്ടാൽ മതി. ഇട്ടിട്ട് ഇതുപോലെ കിടന്ന് തിളച്ച് അത് വറ്റി വരണം കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ കുറുകി വരുന്നുണ്ട് കേട്ടോ, നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ചാറായിട്ട് എടുക്കരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വറ്റി കിട്ടണം. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി ഈ സമയത്ത്. അപ്പോൾ അതാ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് കുറുകി ആ എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ശർക്കര, നല്ല ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ, അതിൽ കല്ലും പൊടിയും ഒന്നുമില്ല. അപ്പം നമുക്കൊരല്പം ഇട്ട് കൊടുക്കുക. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി, ഒത്തിരി വേണ്ട, ഒരുപാടൊന്നും ഇടണ്ട. ഒരല്പം ഇട്ട് കൊടുത്ത് നമുക്കതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ നല്ല വേഗം ചെയ്യണം, എന്നാൽ അത് ഉടഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫും കൂടെ വേണ്ടിയതായിട്ടുണ്ട്. അപ്പോൾ 2-3 തണ്ട് കറി ലീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല തണുത്ത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കണ്ടല്ലോ. അപ്പം നല്ല കിടുക്കാച്ചി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വളരെ രുചികരമായിട്ടുള്ള ഒരു വഴുതലങ്ങ കറി ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സമയം വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല. കുറച്ച് ചുമന്നുള്ളി വേണം, ഇച്ചിരി തക്കാളി വേണം, അറിയാമല്ലോ. ഞാൻ എടുത്ത സാധനങ്ങൾ ഇത്രയും മാത്രം നമുക്ക് മതിയാവും. അതുപോലെ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുക. ബാക്കി ഓയിലൊന്നും ചേർത്താൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.